ആഗോള അയ്യപ്പ സംഗമത്തിൽ വിവാദങ്ങൾ തുടരുന്നതിനിടെ പന്തളം രാജകുടുംബത്തെ അനുനയിപ്പിക്കാൻ ശ്രമവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കൊട്ടാരം പ്രതിനിധികളുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കൂടിക്കാഴ്ച നടത്തി. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ അടുത്തയാഴ്ചയോടെ തീരുമാനം എന്നാണ് കൊട്ടാരം പ്രതിനിധികളുടെ പ്രതികരണം. അവർ നമ്മളെ അവിടേക്ക് വരുവാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. നമ്മൾ അവരുടെ ലെറ്റർ, അവരുടെ ക്ഷണം നമ്മൾ സ്വീകരിച്ച് നമ്മൾ ഈ സംഗമങ്ങളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ വല്യമ്പരാനുമായിട്ട് കണ്ടിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടൊരു മീറ്റിങ്ങും ചർച്ചയും നടത്തിയതിന് ശേഷമേ നമ്മുടെ നിലപാടുകൾ അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. എ വി ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, കൊട്ടാരത്തെ അനുനയിപ്പിക്കാൻ വേണ്ടി കൂടിയായിരുന്നു ഇന്നത്തെ കൂടിക്കാഴ്ച. അതിൽ ഈ ശബരിമല പ്രക്ഷോഭകാലത്തെ കേസുകൾ പിൻവലിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ കൊട്ടാരം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ബന്ധപ്പെട്ടവരെ ആ കാര്യങ്ങൾ അറിയിക്കാം എന്നുള്ള മറുപടിയാണ് ദേവസ്വം ബോർഡ് നൽകിയത്. ഈ കൂടിക്കാഴ്ചയിൽ എത്രത്തോളം പ്രതീക്ഷ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വെക്കുന്നുണ്ട്? ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നൊക്കെയുള്ള കാര്യത്തിൽ കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനമെന്നാണല്ലോ കൊട്ടാരം പ്രതിനിധി വിശദീകരിച്ചത്. ജയശങ്കർ, അതായത് റിജിത്ത്, ഇതുവരെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ പന്തളം കൊട്ടാരം ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഈ കൊട്ടാരത്തിലെ മുതിർന്ന അംഗത്തോട് തമ്പുരാനോട് ചോദിച്ച ശേഷം നിലപാട് വ്യക്തമാക്കാമെന്നാണ് രാജകുടുംബം നിലവിൽ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ആ നിലപാട് അത് വൈകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ അയ്യപ്പ ഭക്തർക്കെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസ് ഉൾപ്പെടെ പരിഹരിച്ച ശേഷം ഈ വിഷയത്തിൽ ഒരു തീരുമാനം മതി എന്നാണ് രാജകുടുംബത്തിന്റെ നിലവിലെ ഒരു തീരുമാനം. അക്കാര്യം തന്നെയാണ് ഇന്ന് വീണ്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തായാലും ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കാമെന്നൊരു മറുപടിയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ അയ്യപ്പ സംഗമത്തോട് നേരിട്ട് ഇതിനോടൊരു വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന എന്തായാലും രാജകുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഉണ്ടാകില്ല. ഈ ബദൽ സംഘവുമായി ബന്ധപ്പെട്ട് കുമ്മനം രാജശേഖരൻ കാണാനെത്തിയ ഘട്ടത്തിലും ഒരു അനുകൂല തീരുമാനം രാജകുടുംബം പറഞ്ഞില്ല. എന്തായാലും ഈ വിഷയത്തിൽ ഈ ബദൽ സംഗമത്തിലോ അല്ലെങ്കിൽ സർക്കാർ സംഘടിപ്പിക്കുന്ന സംഗമത്തിലോ പങ്കെടുക്കുമോ ഇല്ലയോ വിട്ടുനിൽക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ രാജകുടുംബം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അപ്പോൾ പോലും ഭക്തർക്കൊപ്പം എന്ന നിലപാടിലാണ് രാജകുടുംബം നിൽക്കുന്നത്. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് രാജകുടുംബവുമായി നല്ല ബന്ധമാണ്, അവർ ഒപ്പം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്ന തരത്തിലുള്ള ശുഭാവിശ്വാസം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് രാവിലെ എന്തായാലും മാധ്യമങ്ങളോട് നടത്തിയത്. അധികം വൈകാതെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ രാജകുടുംബം, പന്തളം രാജകുടുംബം ഈ വിഷയത്തിൽ ചർച്ച നടത്തി തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ഇന്ന് രാവിലെയും ഇതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് ഈ പന്തളം രാജകുടുംബം. ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.